YGP പരീക്ഷയ്ക്ക് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. YGP രജിസ്ട്രേഷന് ഈ കാണുന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അതിനുശേഷം ഈ കാണുന്ന സ്ക്രീനിൽ ന്യൂ യൂസർ ക്ലിക്ക് ഹിയർ എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ സ്ക്രീനിലെത്തും. ഇപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ന്യൂ യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് നൽകുക, റീടൈപ്പ് പാസ്വേഡ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഒരു ഇനീഷ്യൽ എഴുതുക, ഫോൺ നമ്പർ എഴുതുക, സിറ്റി ഏതാണെന്ന് എഴുതുക, നാഷണാലിറ്റി എഴുതുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇമെയിൽ വരും. അപ്പോൾ നിങ്ങൾ ഇമെയിൽ തുറന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും PQMS വെബ്സൈറ്റിൽ കയറി വലതുഭാഗത്ത് ടോപ്പ് കോർണറിൽ കാണുന്ന 3 വര കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക, സൈറ്റിൽ പ്രവേശിക്കാം. അല്ലെങ്കിൽ ബുക്ക് എക്സാം എന്ന ഭാഗം PQMS സൈറ്റിലെ ബുക്ക് എക്സാം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ബുക്ക് എക്സാം ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരുപാട് ഡേറ്റ്സ് അവൈലബിൾ ആവും. ആ ഡേറ്റിൽ ഏത് ഡേറ്റാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈറ്റിൽ പ്രവേശിക്കാം. ഇവിടെ ഞാൻ ജാനുവരി 11, 2025 ക്ലിക്ക് ചെയ്തു. ഈ സൈറ്റിലെത്തി. ഇനി പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ എക്സാം എഴുതുന്ന സമയത്ത് യോഗ പ്രോട്ടോകോൾ ഇൻസ്ട്രക്ടർ എക്സാമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആകെ നമുക്ക് വരുന്ന ഫീസ് 3835 രൂപയാണ്. അത് പല വിഭാഗങ്ങളായിട്ടാണ്. എക്സാം ഫീ 2780, GST 3585, പിന്നെ മൊത്തം വരുന്ന ഫീസ് 3835 രൂപ. യോഗ വെൽനസ് ഇൻസ്ട്രക്ടർ ലെവൽ 2 ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് 5605 രൂപയാണ്. ലെവൽ 3 യോഗ ടീച്ചർ ആൻഡ് ഇവാലുവേറ്റർ എക്സാമാണ് നിങ്ങൾ അപ്പിയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് 8555 രൂപയാണ്. യോഗ മാസ്റ്റർ എക്സാമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് 9735 രൂപയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ഇന്ത്യൻ സിറ്റിസൻസിന് അപ്പിയർ ചെയ്യാനുള്ള എക്സാം ഫീ ആണ് കേട്ടോ. ഫോറിൻ നാഷണൽസിന് വേറെ ഫീ ഉണ്ട്, അത് ഡോളറിലാണ്. നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് മുഖേനയോ ഡെബിറ്റ് കാർഡ് മുഖേനയോ നെറ്റ് ബാങ്കിങ് വഴിയോ നമുക്ക് ഫീസ് അടയ്ക്കാം. ഈ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനായിട്ട് ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. പിന്നെ ഒരിക്കലടച്ച ഫീസ് നമുക്ക് തിരിച്ചു കിട്ടില്ല. അതിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് എനിക്കിപ്പോൾ എക്സാം എഴുതണം തോന്നുകയാണെങ്കിൽ പൈസ തിരിച്ചു കിട്ടാനുള്ള വഴിയില്ല. അപ്പോൾ അത് നല്ലോണം ആലോചിച്ചിട്ട് വേണം എക്സാമിന് ബുക്ക് ചെയ്യാനായിട്ട്. മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എഴുതുന്നില്ല, എൻ്റെ ഫ്രണ്ടിന് എക്സാം ആ പൈസ ഉപയോഗിച്ച് എക്സാം എഴുതാം, അങ്ങനെ ഒരു ചിന്ത വേണ്ട. അങ്ങനെ ഒരു ഫെസിലിറ്റി ഈ എക്സാമിൽ അവൈലബിൾ അല്ല. പിന്നെ എക്സാമിനായി കമ്പ്യൂട്ടർ അഥവാ ലാപ്ടോപ്പ് വേണം. അതിന് മൈക്ക്, സ്പീക്കർ, വെബ് ക്യാമറ ഒക്കെ വേണം. കാരണം നമ്മൾ ഓൺലൈനാണ് എക്സാം എഴുതുന്നെങ്കിലും നമ്മൾ തിയറി എഴുതുന്ന സമയത്ത് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ക്യാമറ സർവൈലൻസിലായിരിക്കും. നമ്മൾ മൊത്തമായിട്ട് അവർ കാണും. അതൊക്കെ സെറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ എക്സാം എഴുതുക. തിയറി എക്സാമിന് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് നിർബന്ധമാണ്. മൊബൈലൊന്നും വെച്ചിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിക്കേണ്ട, അത് പറ്റില്ല. പിന്നെ പ്രാക്ടിക്കലാണ് മൊബൈൽ ഫോൺ മതി, അല്ലെങ്കിൽ ലാപ്ടോപ്പ് മതി. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള നെറ്റ് വേണം. ഇടയ്ക്ക് നെറ്റ് ഔട്ടായാൽ പ്രശ്നമാണ്, നിങ്ങൾ എക്സാം മുഴുവനാക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് കണക്ഷൻ വരുത്തി നിങ്ങൾ എക്സാം തുടങ്ങുമ്പോഴേക്കും അവിടെ കഴിയാനായിട്ടുണ്ടാകും. അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. നന്നായിട്ട് അറിയുന്ന ആൾക്കാർ അങ്ങനെ തോറ്റുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫെസിലിറ്റിക്ക് ആദ്യമേ നമുക്ക് ഉറപ്പാക്കിയിട്ട് വേണം എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട്. പ്രാക്ടിക്കലായി നമ്മുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മതി. പക്ഷെ നല്ല റൂം വേണം എക്സാം എഴുതാനായിട്ട്. അതായത് നല്ല റൂം എന്ന് വെച്ചാൽ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച റൂമല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റ് ശല്യങ്ങളില്ലാത്ത നല്ല വെളിച്ചം ഒക്കെ ലഭ്യമായിട്ടുള്ള റൂമാണ്. പിന്നെ യോഗ മാറ്റ് നമ്മുടെ കയ്യിൽ വേണം. അത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് 6 ഫീറ്റ് വ്യത്യാസത്തിൽ ചാരി വെച്ച മൊബൈലിൻ്റെ മുമ്പിൽ 6 ഫീറ്റ് വ്യത്യാസത്തിലാണ് നമ്മൾ മാറ്റി വിരിക്കുക. കാരണം നമ്മൾ മുഴുവനായിട്ട് എക്സാം പാനലിന് അല്ല എക്സാമിനേഴ്സിന് കാണാൻ പറ്റണം. അതിനാണ് ആ രീതിയിൽ വിരിക്കുന്നത്. എന്നാലും നമുക്കും അവരെ കാണാൻ പറ്റുള്ളൂ, അവർക്ക് നമ്മളെയും കാണാൻ പറ്റും. നമ്മളിപ്പോൾ സൂര്യ നമസ്കാരമൊക്കെ മന്ത്രങ്ങളോടൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ നമ്മൾ കാണാൻ പറ്റണം. എന്നാലും നമ്മൾ പാസ്സാവും. നമ്മളെല്ലാം അറിഞ്ഞിട്ടും കൃത്യമായിട്ട് അവർക്ക് കാണാൻ പറ്റിയില്ല, നമ്മൾ തോറ്റു. അപ്പം പാസ്സാവാൻ പറ്റും എല്ലാവർക്കും. പക്ഷേ നമ്മൾ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. എക്സാമിന് 100% ആയിരിക്കണം അത്.
റീഅപ്പിയർ ചെയ്യാനും സെയിം പ്രൊസീജിയറാണ്. നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ വന്നിട്ട് ഇവിടെ റീഅപ്പിയർ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലെവൽ 1 ആണെങ്കിൽ നമ്മൾ റീഅപ്പിയർ ചെയ്യുന്നെങ്കിൽ 1298 രൂപയാണ് റീഅപ്പിയർ ഫീസ്. ലെവൽ 2 ആണ് യോഗ വെൽനസ് ഇൻസ്ട്രക്ടർ എക്സാം. നമുക്ക് ഫസ്റ്റ് ടൈം എഴുതാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ 1770 രൂപയാണ്. ലെവൽ 3 യോഗ ടീച്ചർ ആൻഡ് ഇവാലുവേറ്റർ എക്സാമാണ് നമ്മൾ റീഅപ്പിയർ ചെയ്യുന്നെങ്കിൽ അതിന് 2242 രൂപ അടയ്ക്കണം. നമുക്ക് ഇത്രയും നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നില്ല അല്ലേ? നമ്മൾ എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ, എക്സാം അപ്പിയർ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി തരാം. പിന്നെ ബുക്ക് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ കുത്തിയിരുന്ന് പഠിച്ച് സാധാരണ എക്സാമ്പിൾ അപ്പിയർ ചെയ്യല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഇമെയിൽസ് വരും. ആ ഇമെയിൽസ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. നമുക്ക് പ്രത്യേകിച്ചും ലെവൽ 3 ലെവൽ 2 എക്സാമൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് എന്തൊക്കെ നമ്മൾ എക്സാമിന് മുമ്പ് നമ്മൾ ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണാം. ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതുവരെ ഇനി കാണുന്നവരെ ബൈ. താങ്ക് യു ഇത്രയും നേരം ഇത് കേട്ടതിന്.